ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. ജീവ ബ്രദർ ചോദ്യം ചോദിച്ചോളൂ. ഒരു ചോദ്യം. ഈ ലവ് ജിഹാദിൽ പെടുന്ന പെണ്ണുങ്ങൾ കുറെ കാണുമല്ലോ. അപ്പോൾ ഈ കുടുംബത്തില് നമ്മൾ കുടുംബത്തിലെ സപ്പോസ് ഒരു പെൺകുട്ടി ഇങ്ങനെ ലവ് ജിഹാദിൽ പെടുവാണെങ്കിൽ അവര് ഒരു വിസിബിൾ സൈൻസ് ഒക്കെ ഒന്ന് കാണിക്കും. അതായത് ഒരു ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, അല്ലെ പള്ളി പോവാതെ ഇരിക്കും. അങ്ങനെ എന്തെങ്കിലും വിസിബിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കുന്ന മാതിരി എന്തെങ്കിലും വിസിബിൾ ആയിട്ട് സൈൻസ് കാണിക്കുമോ? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഫസ്റ്റ് സ്റ്റേജിൽ പിടിക്കാൻ എങ്ങനെ പറ്റും? ഞാൻ ജസ്റ്റിൻ സാറിലേക്ക് ആ ചോദ്യം. ജസ്റ്റിൻ സാറ് കേൾക്കുന്നുണ്ടോ? ഞാൻ കേട്ടു. ഓക്കെ. ഏറ്റവും പ്രധാനപ്പെട്ട 2-3 മേഖലകള്. ഒന്ന്, ഈ നഖം വെട്ടുക. നഖം വെട്ടിയിട്ട് കവറിനകത്തിട്ട് സൂക്ഷിക്കുക, അല്ലെ പേപ്പറിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുക. അതുപോലെ തന്നെ മുടി ചീകിയിട്ട് അത് കവറിനകത്തിട്ടോ പേപ്പറിൽ പൊതിഞ്ഞോ സൂക്ഷിക്കുക. കുളിച്ചതിന് ശേഷമാണെങ്കിലും കുളിക്കാതെ ആണെങ്കിലും നഖം വെട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. കുളിച്ചിട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല. നഖം വെട്ടി അത് സൂക്ഷിക്കുന്ന പ്രകൃതമുണ്ട്. അതുപോലെ തന്നെ മുടി ചീകിയിട്ട് ആ മുടി സൂക്ഷിക്കുന്ന പ്രകൃതം കുഞ്ഞുങ്ങളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോ. അവിടെ ഒരു ചെറിയൊരു അപകടമുണ്ട്. കാരണം മറ്റവർക്ക് ഈ കുഞ്ഞുങ്ങളെ വീഴിക്കാൻ വേണ്ടുന്ന ഓതിക്കെട്ടൽ നടത്താൻ ഇവരുടെ അടുത്തുനിന്ന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാധനം മുടിയും നഖമാണ്. അഴുകിപ്പോകാത്ത സാധനങ്ങൾ അത് ശേഖരിച്ച് പിള്ളേരോട് കൊണ്ടുചെല്ലാൻ വേണ്ടി പറയും. അതിനുവേണ്ടി ഇവർ സൂക്ഷിച്ചു വെക്കും. അപ്പൊ അങ്ങനെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ. അത് ഒന്നാമത്തെ ഒരു സ്റ്റെപ്പാണ്. പിന്നെ ഇവരുടെ വസ്ത്രധാരണത്തിൽ നിന്ന് ഇവരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. എന്നും ജീൻസും പാന്റും ഇട്ട് സ്ലീവ്ലെസ് ഇട്ടുകൊണ്ട് നടക്കുന്ന കുട്ടി പെട്ടെന്ന് അമ്മയോടും അപ്പനോടും ചുരിദാർ മേടിച്ചു തരാൻ പറഞ്ഞ് ഫുൾ സ്ലീവ് ഇട്ട് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അടുത്ത അപകടമാണ്. അതേപോലെ തന്നെ ഷോളിന്റെ ഉപയോഗം. ഇന്ന് പെൺകുട്ടികൾ പൊതുവെ ഷോളൊന്നും ഉപയോഗിക്കാറില്ല. ഇന്ന് അങ്ങനെ ഷോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഷോൾ ഉപയോഗം അത് ഇസ്ലാമിലെ പെൺകുട്ടികൾ എങ്ങനെയാ ധരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ രീതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് അടുത്തൊരു സ്റ്റെപ്പാണ്, സൂക്ഷിക്കുക. മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ്, നമ്മുടെ കുട്ടികൾ പൊതുവെ 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 7, 8, 9 ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുക്കെ ഈ നമ്മുടെ പ്രാർത്ഥനകളോടൊക്കെ പൊതുവെ ഒരു വലിവ് വരാറുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ പിള്ളേര് ഓവർ ഭക്തി കാണിക്കുന്നുണ്ടോ അത് അടുത്തൊരു അപകടം. നമ്മൾ കാണുന്ന കുഞ്ഞുങ്ങളിൽ എനിക്കൊരു 600-650 കേസുകൾ എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ കാണുന്ന കുട്ടികളിൽ നല്ലൊരു ശതമാനവും പാരന്റ്സിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ അമിത ഭക്തിയാണ്. അവിടെ വന്നിരുന്ന് അവര് വിശ്വാസത്തെ എതിർക്കുക ചെയ്യുന്നത്, ക്രിസ്തുവിനെ എതിർക്കുക ചെയ്യുന്നത്, പ്രാർത്ഥനകളെ എതിർക്കുക ചെയ്യുന്നത്. അപ്പോ അമിത ഭക്തി കാണിക്കുക. ദേവാലയത്തിലേക്ക് പോകുന്നുണ്ടോ, നമ്മൾ പതിവില്ലാതെ നിങ്ങളൊരു ഭക്തി കാണിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോ. നമ്മളെ പിള്ളേരെ പറ്റി നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അതിനൊക്കെ ശേഷമാണ്, ഈ സ്റ്റെപ്പുകൾക്കൊക്കെ ശേഷമാണ് മാതാപിതാക്കന്മാരോടുള്ള അകൽച്ചയും സഹോദരങ്ങളോടുള്ള അകൽച്ചയും വരുന്നത്. ആദ്യം മാതാപിതാക്കളോട് അകലും, അതിനുശേഷം സഹോദരങ്ങളോട് അകലും. 3, അവരുടെ നമ്മുടെ പെൺകുട്ടികളെ ആണെങ്കിൽ പെൺകുട്ടികൾക്ക് ജനിച്ച നാൾ മുതൽ ചില എന്താണ് ബാല്യകാലം തൊട്ടുള്ള കൂട്ടുകാരുണ്ടാവും. ആ കൂട്ടുകാരുമായിട്ട് ഇതുങ്ങൾ അകലാനിട തുടങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അതും കൂടി ഉണ്ടെങ്കിൽ പൂർണ്ണമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ആ കെണിയിൽ പെട്ടുപോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ധൈര്യപൂർവ്വം നമുക്ക് പുറകെ നടന്ന് ഈ കുഞ്ഞുങ്ങളെ ഒന്നും നോക്കാനില്ല, പൊക്കിയെടുത്ത് എവിടെയെങ്കിലും കൊണ്ട് വേറെ സെന്ററുകളിൽ കൊണ്ട് ആക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പൊതുവെ കാണപ്പെടുന്ന ഒരു സ്വഭാവമാണ്. ഈ നഖവും മുടിയും അത് അമ്മമാരോട് നമ്മൾ കൃത്യമായിട്ട് പറയണേ. കുഞ്ഞുങ്ങൾ നഖം വെട്ടുവോ മുടി ചീകിയിട്ട് കവറിനകത്തൊക്കെ എടുത്തു വെച്ച് ബാഗിനകത്ത് സൂക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് ഈ കുഞ്ഞുങ്ങൾക്കെതിരെ തന്നെ അവര് മറ്റന്മാരെ കൊണ്ട് ഓതിക്കെട്ടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. അത് നമുക്കറിയത്തില്ല. ഒരു അനുഭവം ഞാൻ പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ചിലപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു. ഒരു അനുഭവം ഞാൻ പറയാം. ആ കോൺവെന്റ് ഞാൻ പോയതാണ്. അതായത് മെഡിസിന് പഠിക്കുന്ന ഒരു സിസ്റ്റർ, ഒരു കന്യാസ്ത്രീ, ഒരു മെഡിസിന് പഠിക്കുന്ന ഒരു കന്യാസ്ത്രീയോട് ഒരു പയ്യൻ, മെഡിസിൻ തന്നെ പഠിക്കുന്ന ഒരു മുസ്ലിം പയ്യൻ ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഈ മേൽമുണ്ടിനെ പറ്റിയിട്ട് സംസാരിച്ചു. മേൽമുണ്ടിനെ പറ്റി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൻ പെട്ടെന്ന് സിസ്റ്ററിനോട് ചോദിക്കുകയാണ്, സിസ്റ്റർ എനിക്കൊരു മുടി പറിച്ചു തരുമോ എന്ന് ചോദിച്ചു. സിസ്റ്റർ ഒരു മുടി എനിക്ക് പറിച്ചു, മുടിയിൽ എത്ര നീളം ഉണ്ടെന്ന് നോക്കാനാന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. എന്തായാലും ഈ സിസ്റ്റർ അന്ന് മുടി പറിച്ചു കൊടുത്തില്ല. പക്ഷെ അന്ന് മടത്തി ചെന്ന് കഴിഞ്ഞപ്പം ഇവർക്ക് ഈ അത്താഴം കഴിഞ്ഞ് കഴിയുമ്പോൾ, സപ്പർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർക്ക് ഒന്നിച്ചിരുന്ന് വർത്താനം പറയുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ പരിപാടിയുടെ സമയത്ത്, വർത്താനം പറയുന്ന സമയത്ത് ഈ കന്യാസ്ത്രീ അവിടെയുള്ള മറ്റ് കന്യാസ്ത്രീമാരോട് പറഞ്ഞു, ഇന്ന് എന്നോട് ഒരുത്തൻ ഇങ്ങനെ രസകരമായ ഒരു സംഭവം ചോദിച്ചു,
ഞാൻ അപ്പോൾ എല്ലാവരും ചോദിച്ചു നീ കൊടുത്തോന്ന് ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അതിനെ കൊടുക്കാൻ ഞാൻ ചോദിച്ചപ്പം കൊടുത്തില്ല, അത്ര തന്നെ. എനിക്ക് എന്റെ മുടി അവന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് തോന്നിയെന്ന് പറഞ്ഞു. അപ്പൊ മദർ പറഞ്ഞു നീ നിർബന്ധമായിട്ട് മുടി കൊടുക്കണം, ആ മുടി ഞാൻ നിനക്ക് രാവിലെ ഞാൻ പാക്ക് ചെയ്ത് തരാന്ന് പറഞ്ഞു. അപ്പൊ മദർ ആ മഠത്തില് ഒരു പാവക്കുട്ടിയുണ്ട്, ആ പാവക്കുട്ടിയുടെ ഒരു മുടി പറിച്ച് കളറ് തൂത്ത് കൊടുത്തുവിട്ടു. അത് കൊടുത്തുവിട്ട് പിറ്റേ ദിവസം ഇത് അന്ന് കൊണ്ടുപോയി ഇവന്റെ കയ്യിൽ അത് കൊണ്ടുപോയി കൊടുത്തു, മുടിയാണ് ഇത് കൊടുത്തു. പിറ്റേ ദിവസം അത് കഴിഞ്ഞുള്ള പിറ്റേ ദിവസം അവനൊരു ഗിഫ്റ്റ് ഈ സിസ്റ്ററിന് കൊടുത്തു. ആ ഗിഫ്റ്റ് ഈ സിസ്റ്ററുടെ കൈ കിട്ടിയതിന് ശേഷം ഇത് നമുക്ക് വിചിത്രമായിട്ട് തോന്നാം, ഈ നാട്ടിൽ നടന്നൊരു സംഭവമാണ്. ഈ കയ്യിൽ ഈ ഗിഫ്റ്റ് കിട്ടിയതിന് ശേഷം ഈ ഷോക്കേസിന്റെ ഭാഗത്ത് വെച്ചിരുന്ന ഈ പാവക്കുട്ടി, മഠത്തിന്റെ സ്വീകരണ മുറിയിൽ ഷോക്കേസിന്റെ ഭാഗത്തുണ്ടായിരുന്ന ഈ പാവക്കുട്ടി പിന്നെ എപ്പോ നോക്കിയാലും കാണുന്നത് ഫ്രണ്ടിൽ പോർട്ടിക്കോട്ട് അവിടെയാണ്, വാതിലിന് പുറത്തായിരിക്കും പാവക്കുട്ടി. അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റർ ഏതൊരു വൈദികനോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഈ ഡെലിവറൻസ് ഒക്കെ ചെയ്യുന്ന ഒരു അച്ഛനായതുകൊണ്ട് അച്ഛൻ പറഞ്ഞു എന്താണ് ആ സിസ്റ്ററിന് ഗിഫ്റ്റ് കിട്ടിയെന്നുള്ളതെന്ന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ സിസ്റ്ററിന് ഗിഫ്റ്റ് കിട്ടിയത് ഒരു കുഞ്ഞു ലോക്കറ്റാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു ആ കുഞ്ഞു ലോക്കറ്റ് ഇങ്ങ് കൊണ്ടുപോയി ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞു. അച്ഛൻ അത് കുത്തി പൊട്ടിച്ച് അതിനകത്ത് ഇവര് കൊടുത്ത ഈ പാവയുടെ മുടിയാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്, അവർ ഓതിക്കെട്ടിയിട്ട്. ആ മുടി അച്ഛൻ ഈ സിസ്റ്റേഴ്സ് കാണുക ഇത് കത്തിച്ചു കഴിഞ്ഞപ്പോൾ, അത് തീപ്പെട്ടി ഉപയോഗിച്ച് കത്തിച്ചു കഴിഞ്ഞപ്പോൾ ഈ പാവക്കുട്ടി അവിടെ മറിഞ്ഞ് വീഴുകയാണ്. എവിടെ ആ പോർട്ടിക്കോട് അവിടെ മറിഞ്ഞ് വീണ് പിന്നെ ആ പാവക്കുട്ടി ആ വെക്കുന്നോടൊന്ന് അനങ്ങുകയില്ല. ഇത്രയും വലിയൊരു മാന്ത്രിക ശക്തി ഇത് നമ്മൾ ക്രൈസ്തവ വിശ്വാസികളും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരുമാണ്. പക്ഷെ ഇത്ര രീതിയിലുള്ള ഒരു മാന്ത്രിക വലയമാണ് അവർ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും തീർക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഈ കണ്ണൂർ ഭാഗത്തൊരു പാസ്റ്ററുടെ അനുഭവം ഞാൻ പറയാം. ഒരു പാസ്റ്ററുടെ മോള് തൊട്ടടുത്ത്, അവരുടെ വീടിന് തൊട്ടടുത്ത് ഒരു മുസ്ലിം കുടുംബമാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, കഴിഞ്ഞ വർഷമാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ കോവിഡ് കാലഘട്ടത്തിൽ ട്യൂഷന് പോകും. കോവിഡ് സമയത്ത് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ട്യൂഷന് പോകും. ആ ട്യൂഷന് പോകുന്ന ഈ താത്താക്കുട്ടിയും ഇവളും കൂടിയാണ് പോകുന്നത്. അപ്പൊ താത്താക്കുട്ടിയുടെ ആങ്ങള 3-4 ആങ്ങളമാരുണ്ട്. അതിനകത്ത് ഒരു ആങ്ങള മീൻ കച്ചവടമാണ്. ഇവർ സ്കൂളിൽ പോകുന്ന സമയത്ത് മീനുമായിട്ട് വരും. അപ്പൊ ഈ പാസ്റ്ററുടെ മോൾക്ക് ഈ മുട്ടുകാല് വരെ നീണ്ടു നടക്കുന്ന മുടിയാണ്. അപ്പൊ രാവിലെ കുളി കഴിഞ്ഞ് അഴിച്ചിട്ട് ഈ കാറ്റും കൊള്ളിച്ചിട്ടാണ് ഇവർ ട്യൂഷന് പോകുന്നത്. അപ്പൊ ഇവൻ ആ സമയത്ത് മീൻ കച്ചവടത്തിന് പോകാൻ വേണ്ടി ഇതിലെ വന്നിട്ട് പറയും ഐഡി നിന്റെ മുടി സൂപ്പർ ആട്ടോ എന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇവള് പോടാന്ന് പറഞ്ഞു. അങ്ങനെ വഴക്കുണ്ടാക്കി, അന്ന് റോട്ടിൽ വെച്ച് വഴക്കുണ്ടായി. അങ്ങനെ അങ്ങ് പോയി. പിന്നെ അതിനെപ്പറ്റി മിണ്ടുന്നില്ല. പിന്നെ ഇവൻ ഒരാഴ്ചയായിട്ട് വരുന്നില്ല. അപ്പൊ ഒരു ദിവസം ഇവള് ചോദിച്ചു, കൂട്ടുകാരോട് ചോദിച്ചു, നിന്റെ ഇത്താത്തനെ കാണുന്നില്ല, ഇത്താത്ത എവിടെ പോയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അവനിപ്പോ വേറെ വഴിക്കാ മീൻ കച്ചവടം പോകണം, അതുകൊണ്ടാണ് കാണാത്തേന്ന് പറഞ്ഞു. തൊട്ട് പിറ്റേ ദിവസം ഈ കൂട്ടുകാരി വന്നു കഴിഞ്ഞപ്പോ 2 ചോക്ലേറ്റ് കൊണ്ടുവന്നു. 2 ചോക്ലേറ്റ്. ആ 2 ചോക്ലേറ്റ് ഇവക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇത് എന്റെ ഇത്താത്ത നിനക്ക് വേണ്ടി തന്നാന്ന് പറഞ്ഞു. അങ്ങനെ ഇത്താത്ത നിനക്ക് വേണ്ടി തന്നാന്ന് പറഞ്ഞ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ട് ഇതുങ്ങൾ സ്കൂളിൽ പോയി, ട്യൂഷന് പോയി. ആ ട്യൂഷന് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ ഈ ചോക്ലേറ്റ് കൊടുത്ത കാര്യം കഴിച്ച കാര്യമൊക്കെ പറഞ്ഞു. പാസ്റ്റർ അവിടെ ഇല്ലായിരുന്നു. പാസ്റ്റർ ഒരാഴ്ചത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ശനിയാഴ്ച വീട്ടിൽ വന്ന് അത്താഴം കഴിക്കുന്ന സമയത്ത് ഈ പാസ്റ്ററുടെ സിസ്റ്റർ ഭാര്യ ഈ കാര്യങ്ങൾ പറഞ്ഞു. ഭയങ്കര ശോഭിച്ചാണ് ഈ അമ്മ പറയുന്നത്. കാരണം ഒരു സാധനം മേടിക്കാനോ കഴിക്കാനോ ഒന്നും അനുവാദമില്ല. അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ പാസ്റ്റർ വെറുതെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇവള് ഭയങ്കര കോപിച്ചിരിക്കുന്നു, ഈ മോള് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നു, കോപിച്ചിരിക്കുന്നു. പാസ്റ്റർ വെറുതെ എഴുന്നേറ്റിട്ട് കൈ കഴുകാൻ പോയ സമയത്ത് ഇടത് കൈ കൊണ്ട് ഇവളുടെ തോളത്തട്ടിട്ട് പറഞ്ഞു പോട്ടടി, അമ്മ ടെൻഷൻ കൊണ്ട് പറഞ്ഞതല്ലേ, നിങ്ങളെയൊക്കെ ഓർത്തിട്ട് അമ്മയ്ക്ക് അസ്വസ്ഥത ഉള്ളതുകൊണ്ടല്ലേ പറഞ്ഞത്, നീ അത് പോട്ടെ, നമ്മുടെ ഈശോ കൂടെ ഇല്ലേന്ന് ചോദിച്ചപ്പോഴത്തേന് ഇവള് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു എന്നെ തൊട്ട് പോയേക്കരുത്, ഞാൻ ഷംസീറിന്റെ ആന്ന് പറഞ്ഞു. എന്നെ തൊട്ട് പോയേക്കരുത്, ഞാൻ ഷംസീറിന്റെ ആന്ന് പറഞ്ഞ് ഇവള് പറഞ്ഞപ്പോ പാസ്റ്റർ പറയാണ് ഞാൻ ഞെട്ടി. ഇന്ന് വരെ അമ്മയുടെ മുഖത്തൊന്നും എഴുന്നേറ്റ് നിൽക്കാത്ത കൊച്ചു എഴുന്നേറ്റ് പറഞ്ഞ ഷംസീർ. അപ്പൊ പാസ്റ്റർ ചോദിച്ചു ആരാ ഷംസീർ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു അതാ അവിടുത്തെ വീട്ടിലാണ്, അടുത്ത വീട്ടിലാണ് അവന്റെ മീൻ കച്ചവടക്കാരന്റെ പേര് ഷംസീറാണ്. അവനാ കൊടുത്ത ഒറ്റ ചോക്ലേറ്റിൽ പെങ്കൊച്ച് ഷംസീറിന്റെ ആയി. പാസ്റ്റർ ഞാൻ നേരിട്ട് പാസ്റ്ററും മോളും പാസ്റ്ററുടെ വൈഫും നിൽക്കുന്ന സമയത്ത് കേട്ട സാക്ഷ്യമാണ്. ആ പാസ്റ്റർ പറയാണ് ആ സമയത്ത് ഞാൻ പെട്ടെന്ന് എനിക്കൊരു ശക്തി എന്നിലേക്ക് വന്നു. ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തില് അങ്ങ് കൈവച്ച് ഇവരുടെ മേലുള്ള സകല പിശാചുക്കളെയും ബഹിഷ്കരിച്ച് അങ്ങ് പ്രാർത്ഥിച്ചു. 2 മിനിറ്റ് കൊണ്ട് താഴെ വീണു. അത് കഴിഞ്ഞ് ഒരു 5-8 മിനിറ്റ് അവിടെ കിടന്ന് ഉരുളം പിടിക്കുകയും ചെയ്ത് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് ചോദിച്ചു എനിക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അവള് ചോദിച്ചാ. അപ്പൊ അവള് തന്നെ പറയുന്നുണ്ട് ആ ചോക്ലേറ്റ് കഴിച്ചതിന് ശേഷം ഞാനല്ല, ഞാൻ വേറെ ഏതൊരു പെൺകുട്ടിയായി മാറിയിരുന്നു. അപ്പൊ അപ്പൻ എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട്
പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇത്രമാത്രം ഭീകരമായ തന്ത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇതിനെ ലവ് ജിഹാദ് എന്നല്ല എന്താ പറയാ, ഇതിനെ യഥാർത്ഥ പ്രണയം എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഈ മന്ത്രവാദം ചെയ്തും കൂടോത്രം ചെയ്തും ഭീകരമായ രീതിയിലുള്ള അടിമത്തത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും. അല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ബോധപൂർവ്വം പോണതല്ല. എല്ലാം ഇതുപോലെ ജ്യൂസിനകത്തും ഐസ്ക്രീമിനകത്തും PC ജോർജ് പറഞ്ഞതിനകത്തൊക്കെ കാര്യമില്ലേ? ഞാനും ഉണ്ടായിരുന്നു ആ ക്യാമ്പിൽ. എന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചായിരുന്നു. രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്നോടും ചോദിച്ചു. ഞാൻ വിജയത്തിന്റെ വാതിൽ വാളിന്റെ തളയെന്ന് പറഞ്ഞ പുസ്തകം കൊണ്ടുപോയി കൊടുത്തു. ഇത് പറയുന്ന ഈ സാധനമാണ് സാർ ഈ കാര്യത്തിൽ FIR ഇട്ട് ചാർജ് ഇട്ട് കുറ്റപത്രം കോടതിയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഡിഫൻസ് എവിഡൻസിന്റെ ഭാഗമായിട്ട് ഞാൻ ഖുറാനും ഹദീസുകളും ഈ പുസ്തകം കോടതിയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ. എന്നെ രണ്ടാമതും പാലാരിവട്ട സ്റ്റേഷനിൽ എന്നെ മൊഴിയെടുക്കാൻ വേണ്ടി വിളിപ്പിച്ചായിരുന്നു. എന്നെ കെവിനെ വിളിപ്പിക്കുമെന്ന് പറഞ്ഞു. കെവിനെ വിളിപ്പിച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ വിളിപ്പിച്ചു രണ്ടാമത്. എന്റെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും എഴുതിയെടുത്തു. ഞാൻ അവിടെ ആ സ്റ്റേറ്റ്മെന്റിനകത്ത് പറഞ്ഞ് എഴുതി വെപ്പിച്ചിട്ടുണ്ട്. ഇത് ഈ കുറ്റപത്രമായിട്ട് മുന്നോട്ട് പോവാണ്, ഈ അന്വേഷണമായിട്ട് മുന്നോട്ട് പോയി ഈ സാറ് പറഞ്ഞതിന്റെ പേരിൽ മാത്രം നിങ്ങൾ ചാർജ് ചെയ്ത് സാറിനെ ഭീകരനായിട്ട് ചിത്രീകരിക്കുന്ന ഭാഗമെങ്കിൽ ഡിഫൻസ് എവിഡൻസിന്റെ ഭാഗമായിട്ട് ഖുറാനും ഹദീസുകളും ഈ വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണൽ പോലുള്ള ജിഹാദി പുസ്തകങ്ങൾ ഞങ്ങൾ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ഹാജരാക്കും, മാർക്ക് ചെയ്യും എന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പൊ അന്വേഷണം ഇല്ലല്ലോ. ഇപ്പൊ ഇല്ല. സാറിനെ അതിനുശേഷം പിന്നെ വിളിപ്പിച്ചിട്ടില്ല. ആ തിരുവനന്തപുരത്തെ വിളിപ്പിലൂടെ കഴിഞ്ഞു പിന്നെ പരിപാടി. ഇപ്പൊ ശാന്തവാ. എല്ലാ കേസുകളും ഇതാ അവസ്ഥ. അപ്പൊ അവർക്കറിയാം അവർക്കെതിരെയുള്ള ആയുധം അവരുടെ പുസ്തകത്തിൽ കിതാബിൽ തന്നെയുണ്ട്. പക്ഷെ അവരെല്ലാം ചെയ്യുന്ന ജിഹാദി പ്രവർത്തനങ്ങളാ. ജിഹാദിന്റെ പേരില് സ്വർഗം കിട്ടണമെന്ന പ്രത്യാശയോടെ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവര് ചെയ്യുന്ന നമ്മുടെ പെൺകുട്ടികളെ പ്രണയത്തിൽ വരുത്തി കൊണ്ടുപോകുന്ന പ്രവൃത്തിയെ ലവ് ജിഹാദ് എന്ന് തന്നെ വിളിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് അങ്ങനെ തന്നെയാണ്. അത് ശങ്കരൻ ജഡ്ജി നല്ല മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ വരാൻ പോകുന്ന വിവാദമാകാൻ പോകുന്ന 2 കേസുകൾ കേരളത്തിലുണ്ട്. ഞാൻ സ്ഥലം കാലം ഒന്നും പറയുന്നില്ല. 2 കേസുകളുടെ വിധിയും കൂടെ വരുമ്പോൾ അത് വ്യക്തമാകും. അതിലൂടെ എന്തായാലും ഒന്നും കൂടെ കേരളത്തിൽ ഈ വിഷയം ചൂട് പിടിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പ്രിയമുള്ളവരെ, ഞാൻ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ ഇത്തരം കാട് കയറി പോയത് ആ പ്രത്യക്ഷമായ അടയാളങ്ങള് പ്രത്യക്ഷമായ അടയാളങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ മാറ്റം വരുമ്പോഴും നമ്മൾ അസ്വസ്ഥരാവേണ്ട. അവരുടെ കയ്യിൽ എന്തോ സാധനം ചെന്ന് പെട്ടിട്ടുണ്ട്. ഞാൻ പോയി പിടിച്ചേക്കുന്ന ഒത്തിരിയേറെ ഒരു 99% കേസുകളിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തു മാറ്റി അതിനെ നമ്മൾ നശിപ്പിച്ചു കളയുന്നതോടുകൂടി തന്നെ കുഞ്ഞുങ്ങൾ ഫ്രീ ആകുന്നത് നേർക്കണ്ണുകൊണ്ട് നമുക്ക് കാണാനും ഇതൊക്കെ അത്ഭുതമാണോ, ഇതെന്താ സംഭവം എന്നത് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പൊ പ്രത്യക്ഷമായിട്ട് ഇത്തരത്തിലുള്ള അടയാളങ്ങളും ഭാവഭേദങ്ങളും കുഞ്ഞുങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. അപകടം അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്, അവിടെ നമ്മൾ നന്നായിട്ട് ഇടപെടാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയാതെ ഇടപെടുക. ചില കേസുകൾ നമ്മൾ അവരോട് നേരിട്ട് പറയേണ്ടി വരും. അങ്ങനെ തന്നെ പറഞ്ഞു തന്നെ കൈകാര്യം ചെയ്യാം. എന്നാലും അത് ചില കേസുകളിൽ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാൻ കത്തിയെടുത്ത് കുത്താൻ പോയിട്ടുണ്ട് ഒരു കുഞ്ഞിനെ. അവൾ ഒരു രീതിയിൽ സറണ്ടർ ആവുന്നില്ല. അവൾ രാവിലെ 10 മണിക്ക് ഫ്ലൈറ്റിന് രാവിലെ 10 മണിക്കില്ല, രാവിലെ 5 മണിക്ക് ഫ്ലൈറ്റിന് പോകാൻ വേണ്ടി നിൽക്കുക. തലേദിവസം രാത്രി അവൾ ഞാൻ വീഴുന്നില്ല. ഞാൻ കത്തിയെടുത്തു, ഞാൻ കുത്താൻ ആഞ്ഞു. ഞാനോട് പറഞ്ഞു, നിന്നെ കുത്തിയിട്ട് ജയിലിൽ പോകേണ്ടി വന്നാലും നിന്നെ പിശാചിന്റെ അടുത്തേക്ക് വിടരുന്ന എന്നോട് എന്റെ കർത്താവ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പാലക്കാട് നിന്ന് വന്നതെന്ന് പറഞ്ഞിട്ട് കത്തിയെടുത്ത് കുത്താനാഞ്ഞു. ആ സമയത്ത് ആ കൊച്ചു കാറ് നിലവിളിച്ച് പേടിച്ച് അവള് വിചാരിച്ചു കുത്തൂന്ന് വിചാരിച്ചു. അവള് പറഞ്ഞു, എനിക്ക് ജീവിക്കണം, എന്നെ കൊല്ലാൻ അനുവദിക്കരുതേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവള് തന്നെ പോയി പാസ്പോർട്ട് വലിച്ചു കീറുന്നു. അവള് തന്നെ പോയി ആ ടിക്കറ്റ് വലിച്ചു കീറുന്നു. നമുക്ക് അങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കേണ്ടി വന്നിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ തിരിച്ചു തന്ന കെവിനൊക്കെ ഉണ്ട്. കെവിൻ എന്നെക്കാളും കൂടുതൽ ഈ കാര്യത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഞാൻ സോഫ്റ്റ് സമീപനം എടുക്കുന്നയാളാണ് ഞാൻ കൂടുതൽ. പക്ഷെ കാസയൊക്കെ ചില കേസുകളിൽ പരസ്യമായിട്ട് ഇടപെടേണ്ടി വരുമ്പോൾ നന്നായിട്ട് ഹാർഡായിട്ട് ഹാർഷായിട്ടും ഒക്കെ പെരുമാറേണ്ടി വരുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, അത് കുഞ്ഞുങ്ങളെ രക്ഷിക്കേണ്ടതിന് വേണ്ടി മാത്രമാണ്. എന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മേഖലയിൽ നിന്നുകൊണ്ട് ഏറ്റവും ചുരുക്കി എനിക്ക് ഇത് അത്രേ പറയാനുള്ളൂ. അച്ഛൻ ബ്രദറിലേക്ക് വരാം. ചാക്കോ പാസ്റ്റർ എന്താ പറയാൻ ചാക്കോ പാസ്റ്റർ അതെ, അതായത് ഇസ്ലാം മതത്തിനകത്ത് മന്ത്രവാദം ചെയ്യാനുള്ളതായ പ്രമാണമുണ്ട്. അത് മുഹമ്മദാ പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായി? അപ്പൊ അതനുസരിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ ജസ്റ്റിൻ സാറ് പറഞ്ഞത് അതിനോടനുബന്ധിച്ചാണ് എന്റെ മനസ്സിലേക്ക് ഇത് വന്നത്. മുഹമ്മദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മന്ത്രവാദം ചെയ്തോളാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അവരിന്നും ചെയ്യുന്നുണ്ട്. ഇതൊരു വസ്തുതയാണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടു. അത് ഞാൻ ആദ്യമത്തെ വിഷയാവതരണത്തിൽ പറയണമെന്ന് വിചാരിച്ചെങ്കിലും ആ വീട്ടുകാരുടെ ഒരു ഉത്തരവ് എനിക്ക് കിട്ടിയത് ശേഷം പറയാന്ന് വെച്ചാൽ ഞാനിപ്പോൾ വിളിച്ചു ചോദിച്ചോ പറഞ്ഞു കുഴപ്പമില്ല, സ്ഥലം പറഞ്ഞു, കുടുംബം പറയണ്ടെന്ന് പറഞ്ഞു. ഇത് നടക്കുന്നത് മാവേലിക്കരയെന്ന് നമ്മൾ ചെട്ടികുളങ്ങര ആ റൂട്ടിലാണ് സംഭവം. ഇത് എല്ലാ മാതാപിതാക്കളും സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രധാനമായിട്ടും ഈ പഠിക്കുന്ന സമയമാകുമ്പോഴത്തേനും കുട്ടികളെ
ഒരുമിച്ചിരുന്ന് പഠിക്കാൻ വേണ്ടി ഓരോരുത്തരുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കും. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ ഈ പെൺകുട്ടിയെ കായംകുളത്തുള്ള ഇവരെല്ലാവരോടും ഒരുമിച്ചിരുന്ന് പഠിക്കാൻ വേണ്ടി ഒരാഴ്ചത്തേക്ക് ഒരു മുസ്ലിമിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. നല്ല രീതിയിൽ ആ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയാണ്. ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ +2 വിദ്യാഭ്യാസമാണ്. നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. നല്ലൊരു അച്ചായൻ്റെ വീടാണ്. നമ്മുടെ ചെട്ടുകുളങ്ങര ആ സൈഡിൽ അത്യാവശ്യം വലിയൊരു പണക്കാരൻ്റെ വീട് തന്നെയാണ്. ആ കൊച്ചു ഒരാഴ്ചയോളം ഇതുപോലെ പഠിക്കാൻ വേണ്ടി അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാ ദിവസവും രാവിലെ സംസം വെള്ളം കൊടുക്കാറുണ്ട്. നല്ലതാണ്, പഠിത്തത്തിന് ഉന്മേഷവും കാര്യങ്ങളൊക്കെയാണ്. അത് കൊടുത്തുകൊണ്ടിരുന്നത് ഈ ഫാത്തിക ഒരു വെള്ള തളികയിൽ എഴുതി, വെള്ള പാത്രം ഉണ്ടല്ലോ, വെളുത്ത പാത്രത്തിൽ പച്ച മഷിയും കൊണ്ട് എഴുതി സംസം വെള്ളം കൊണ്ട് കഴുകി കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ഈ പെൺകുട്ടി 6 ദിവസം അവിടെ നിന്നു, പഠിച്ചു. ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകേണ്ടതാണ്, അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, നമ്മൾ നേരെ തിരിച്ചു വന്നു. ഇവിടെ വന്ന് വീട്ടിൽ കയറിയതിന് ശേഷം അവളുടെ റൂട്ട് മാറി. അവൾക്ക് അപ്പനെ കാണുന്ന ഇഷ്ടമല്ല, അമ്മയെ കാണുന്ന ഇഷ്ടമല്ല. അവൾ ഏറ്റവും കൂടുതൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന അവളുടെ വല്യമ്മച്ചിയുടെ മുറിയിലാണ്. വല്യമ്മച്ചിയുടെ മുറിയിലോട്ട് കയറത്തില്ല. കുറച്ച് രാത്രിയായപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുക എല്ലാവരും കൂടിയപ്പോൾ കുടുംബ പ്രാർത്ഥന ഉള്ള വീടാണ്. കുരിശുവരയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊന്തയും കാര്യങ്ങളും എല്ലാം കൂടി ഇരുന്നപ്പോഴത്തേനും അമ്മയുടെ നിന്ന് കൊന്ത മേടിച്ച് പൊട്ടിച്ചു കളയുന്നു. ആകെ ഒരു ഭീകരാന്തരീക്ഷം. എന്താ ചെയ്യേണ്ടത് ഇവർക്ക് അറിയത്തുമില്ല. അങ്ങനെ കുറച്ച് ദിവസം പോയി ഇടയ്ക്ക് ആൾ നോർമലാവും. പക്ഷേ ഈ ചില സമയങ്ങളിൽ പഠിക്കുന്ന വിഷയങ്ങളുടെ കാര്യങ്ങൾ എത്തുമ്പോഴത്തേനും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ദേഷ്യമാണ്. എല്ലാം അവളുടെ മാനസികമായിട്ടുള്ള തകർച്ച വന്നു. ഭക്ഷണം കഴിപ്പ് കുറഞ്ഞു. അങ്ങനെ കാർത്തിപ്പള്ളിയിലുള്ള ഒരു അച്ഛൻ മുഖേന ഞാൻ അറിഞ്ഞു. ഞാൻ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടു, ആ വീടുമായിട്ട് ബന്ധപ്പെട്ടു, അവിടെ ചെന്നപ്പോഴത്തേനും ഞാനിത് പറയാനുള്ള കാരണം ആദ്യമേ ആ പെൺകുട്ടിയോട് ചോദിച്ചു, പ്രേമം വല്ലതും ഉണ്ടോ? പെൺകുട്ടിക്ക് പ്രേമമില്ല. ഇനിയും പഠിപ്പിക്കുന്ന സ്കൂളിലെ സാറുമാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. യാത്ര ചെയ്യുന്നിടത്ത് വല്ല മറ്റുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. കൂട്ടുകാരികളുമായിട്ട് തമ്മിൽ വഴക്കിട്ടോ? ഇല്ല. പിന്നെ ഈ കൊച്ചിന് എന്താണ് പ്രശ്നം? ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞു, 2 മണിക്കൂർ കഴിഞ്ഞു, 3 മണിക്കൂർ കഴിഞ്ഞു ഈ പെൺകുട്ടിയായിട്ട് സംസാരിക്കുന്നുണ്ട്. അവളെല്ലാം മൂളി കേൾക്കുന്നുണ്ട്. ചില സമയത്ത് എന്നോട് ചില സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതിനെല്ലാം മറുപടി പറയുന്നുണ്ട്. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ആങ്ങളച്ചെറുക്കനാണ് വന്നിട്ട് പറഞ്ഞു, ചേച്ചി കുറച്ച് നാൾ ഇവിടെ ഇല്ലായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എവിടെ ആയിരുന്നു? ഇന്ന വീട്ടിലായിരുന്നു. ഞാനിപ്പോൾ ചോദിച്ചു എന്തായിരുന്നു അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നപോലെ സംസം വെള്ളം തന്നുകൊണ്ടിരുന്നു, ഞാനത് കുടിക്കാറുണ്ടായിരുന്നു പറഞ്ഞു. ഇത് പറഞ്ഞു കഴിയല്ല ഈ പെണ്ണ് ബോധം കിട്ടുകയുള്ളൂ. ഇതേക്കാളും അവളുടെ മാതാവും പിതാവും എല്ലാവരും ഇരിക്കുന്ന സന്നിധി വെച്ച് വീണതുകൊണ്ട് ഇവർ പേടിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ശാനം വെള്ളമൊക്കെ തളിച്ച് എഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുന്നേറ്റ് വന്നു. അപ്പം അന്നത്തോടുകൂടി ആ പെൺകുട്ടിയുടെ കുടുംബത്തിനും ബാക്കിയുള്ളവർക്കും ബോധ്യമായി ഈ മന്ത്രവാദത്തിൻ്റെ ഇടപാടുകൾ എന്തൊക്കെയാണെന്ന്. ഫാത്തിക ഓതിയിട്ട് ഇതേ സംഭവം തന്നെ ഞാൻ കോട്ടക്കൽ ഒരു മുസ്ലിയാർ ഒരു പ്രാന്ത് മാറാനാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ വാഹനം ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഒരു ചെറുക്കനെ കൊണ്ട് പോയി, മുസ്ലിം ചെറുക്കനെ കൊണ്ട് പോയി. അവിടെ ചെന്നപ്പോഴും ഈ പുള്ളി ഇതേ കണക്ക് തന്നെ എഴുതി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് 2008 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവമാണ്. ചിലപ്പോൾ ഇവർ ഈ എഴുതി കൊടുക്കുന്ന സംസം വെള്ളമാണെങ്കിലും ഏത് അംസയുടെ വെള്ളമാണെങ്കിലും ബാക്കിയുള്ള മതത്തിലുള്ള ആൾക്കാർക്ക് ഇത് കൊടുത്ത് നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തന്ത്രം. നിങ്ങളത് മനസ്സിലാക്കണം. അതുകൊണ്ട് എത്ര ബുദ്ധി ഉണ്ടെങ്കിലും എത്ര ബുദ്ധി ഇല്ലെങ്കിലും നമ്മുടെ മക്കളുടെ കഴിവുകൾ മനസ്സിലാക്കി നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതേപോലെ കൂട്ടുകൂടി ഇത് എന്തുകൊണ്ട് അവരാരും നമ്മുടെ വീടുകളിലേക്ക് വരുന്നില്ല പഠിക്കാൻ? നമുക്ക് ഭയങ്കര കാരുണ്യ സഹായം എല്ലാവരും അങ്ങോട്ട് പോക്കണം. അവരിങ്ങോട്ട് വരാൻ പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക്. അതിപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് ഒരാഴ്ച നിൽക്കുവാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഭക്ഷണം അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല, നമ്മുടെ മുറികളിൽ കിടക്കാൻ അവർക്ക് പറ്റത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ ആൾക്കാരെ അങ്ങോട്ട് വിളിക്കുക, നമ്മുടെ കുടുംബത്തിലുള്ള ജീവിതങ്ങളെ നശിപ്പിക്കുക, ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഞങ്ങളൊക്കെ പറയുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെയൊക്കെ അനുഭവങ്ങളാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ പോയി കണ്ടതും കേട്ടതും ഒക്കെ ആയിട്ടുള്ള അനുഭവങ്ങൾ പറയുമ്പോഴേലും നിങ്ങൾ അതൊന്നും മനസ്സിലാക്കണം. ഇത് ഈ കൂട്ടിടപാടും എല്ലാം നിർത്തി, കൂട്ടിടപാടും എല്ലാം നല്ലതാണ്. പക്ഷെ മക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ കുടുംബം നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു കൂട്ടിടപാട് കഴിവതും ശ്രദ്ധിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുടുംബവും കാണത്തില്ല, മക്കളും കാണത്തില്ല, കണ്ണുനീരും കൈയും മാത്രമായിട്ട് ഇരിക്കേണ്ടി വരും. ഓക്കെ, താങ്ക് യു അജീഷ് ബ്രദറെ. ഞാൻ ഇപ്പം ഒരു 590 പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. 681 പേര് ഇപ്പോൾ റൂമിലുണ്ട് ഈ സമയത്ത്. നിങ്ങളെല്ലാവരും ഈ റൂം ഒന്ന് ഷെയർ ചെയ്തേ സഹോദരന്മാരെ. ഇത് ഇവിടെ മാത്രം നിൽക്കേണ്ട ഒരു വിഷയമല്ല. ഇത്
അതുപോലെ മറ്റ് എല്ലാ ഇതര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ എത്തേണ്ട ഒരു വിഷയമാണ്. ലൈവ് ടെസ്റ്റിമണീസ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കെവിൻ ബ്രദർ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വേദനയും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസസുമാണ് പറഞ്ഞത്. ജസ്റ്റിൻ ബ്രദർ എത്രയോ കേസസ് ജസ്റ്റിൻ ബ്രദർ ഹാൻഡിൽ ചെയ്ത കേസസ് ആണ് പച്ചയ്ക്ക് ഇവിടെ പറഞ്ഞത്. നമുക്ക് കേട്ടുകൊണ്ട് പോലും ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുള്ള അനുഭവങ്ങൾ ജസ്റ്റിൻ ബ്രദർ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഈ റൂം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസ് ബ്രദറും കൊടുത്തോട്ടം പാസ്റ്ററിന്റെയും പഴയ IDs അത് ബ്ലോക്ക് ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തോട്ടം പാസ്റ്ററിന്റെ പുതിയ ID അത് ഫോളോ ചെയ്യുക. പ്രിൻസ് ബ്രദറിന്റെയും ID അത് ഇവരൊക്കെ റൂമുകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. ഞാൻ അടുത്ത ചോദ്യങ്ങളിലേക്ക് വരാം. ഞാൻ അച്ചൻകുഞ്ഞ് ബ്രദറിന് ഉറങ്ങാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് അച്ഛൻ ബ്രദറെ കേൾക്കുന്നുണ്ടോ? അതെ അച്ഛൻ ബ്രദർ കേൾക്കുന്നുണ്ടോ? അതെ അച്ഛൻ ബ്രദർ എളുപ്പം ഒരു ചോദ്യം. ആരോടാണ് ചോദ്യം പറഞ്ഞിട്ട് ചോദ്യത്തിലേക്ക് വരണേ? ചോദ്യമല്ല എനിക്കൊരു സാക്ഷ്യമാണ് പറയാനുള്ളത്. യഥാർത്ഥമായ അനുഭവ സാക്ഷ്യം പറയാമോ? പറഞ്ഞോളൂ. ഒരു 3 മിനിറ്റ് എടുത്തിട്ട് അച്ഛൻ ബ്രദർ എളുപ്പം പറഞ്ഞോളൂ. അതായത് കഴിഞ്ഞ ദിവസം കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമം മാറ്റപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഗ്രൂപ്പില് ജിഹാദ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിനകത്ത് ഒരു ഹമീദ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരൻ, അതായത് നമ്മുടെ ഇതിൽ ക്ലബ് ഹൗസിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. ആ കൂട്ടുകാരൻ പറഞ്ഞത് 5 നേരം കഴുകുന്നത് കൊണ്ടാണ് ഈ ക്രിസ്ത്യാനി പെൺകുട്ടികളും ഹൈന്ദവ പെൺകുട്ടികളെല്ലാം അവരെടുത്തോട്ട് ചെല്ലുന്നത്. ഓക്കെ, തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ എനിക്ക് അതിനകത്ത് അവകാശം തന്നില്ല. അപ്പോഴേ അവരെന്നെ താഴെ ഇറക്കി കളഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും പലയിടത്തും ചോദിക്കുന്ന അവര് സംസാരിച്ചായിരുന്നു, 5 നേരം കുളിക്കുന്നത് കൊണ്ടാണോ ഈ പെൺകുട്ടികളെല്ലാം അങ്ങോട്ട് വരുന്നത്. രണ്ടാമത്തത്, ഞാൻ ഇന്നും ഈ ലവ് ജിഹാദ് എന്നൊക്കെ പറയുമ്പം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന ഒരു കുടുംബത്തിൽ സംഭവിച്ച യഥാർത്ഥ സംഭവമാണ്. അതായത് ഒരു കുഞ്ഞ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന്റെ അടുത്ത് അവളോടൊപ്പം പോകുന്നതായ ഒരു ഇസ്ലാമിക പെൺകുട്ടി പറഞ്ഞു, അവൻ നിന്നെ സ്നേഹിക്കുന്നു. ഒരു മുസ്ലിം ചെറുക്കനെ കാണിച്ചിട്ട് പറഞ്ഞു അവൻ നിന്നെ സ്നേഹിക്കുന്നു. അവർ എല്ലാവരും ഒരുമിച്ചാണ് സ്കൂൾ ബസ്സിനകത്ത് പോവുകയും വരികയും ചെയ്യുന്നത്. ആ സമയത്ത് പെട്ടെന്ന് അന്ന് വൈകിട്ട് സ്കൂള് വിട്ട് വരുന്ന സമയത്ത് ഈ കുഞ്ഞ് വീടിനടുത്ത് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് യവൻ വാതിൽക്ക് വന്ന് എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. നീ കുറെ നേരം ചോദിച്ചിട്ട് ഇറങ്ങാൻ വിടുന്നില്ല. അപ്പൊ പറഞ്ഞു നീ മാറാന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് താഴെ ഇറങ്ങി വന്നപ്പോഴത്തേ അവിടെ വേറൊരു അക്ക നിപ്പുണ്ടായിരുന്നു. ആ അക്ക ചോദിച്ചു, എന്താ മോളെ അവൻ അവിടെ അതിനകത്ത് ചീത്ത വിളിക്കുന്നല്ലോ, അവൻ എന്തിനാ ചീത്ത വിളിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ സംഭവം പറഞ്ഞു, ഇങ്ങനെ ഒരുത്തി രാവിലെ പറഞ്ഞു ഇന്നവൻ എന്നെ സ്നേഹിക്കുന്നെന്ന്, അവനെ ഞാൻ സംസാരിക്കാത്തത് കൊണ്ട് അവൻ എന്നെ ചീത്ത വിളിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് നിസ്സാരമായ ചെറിയ ക്ലാസ് മുതലേ ഈ ഇസ്ലാമിക പെൺകുട്ടികൾ ഇത് അവര് പഠിച്ച് മുന്നോട്ട് വരികയാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ പിറ്റേ ദിവസം എൻ്റെ ഈ പറഞ്ഞ ആ വീട്ടിലെ ആ ഒരു സ്ത്രീ കടന്നു വന്നിട്ട് അവിടെ ചെന്ന് അവരെ വീട്ടിൽ ചെന്ന് പറയാൻ വേണ്ടി ചെന്നപ്പോൾ അതിന്റെ മാതാപിതാക്കളില്ലായിരുന്നു. എന്നാൽ ആ കുട്ടിയോട് പറഞ്ഞു, നീ ആണോടി ഈ ആൾക്കാർക്കെല്ലാം ഈ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ പ്രേമിക്കാൻ വേണ്ടി ആൾക്കാരെ ആക്കി കൊടുക്കുന്നെന്ന് ചോദിച്ചു. അവൾ വരണ്ടുപോയി, അവരെ വീട്ടുകാരുടെ അടുത്ത് പറയുമെന്ന് വെച്ചിട്ട്. ഇന്ന് വരെയും ഈ പറഞ്ഞ സ്ത്രീയുടെ മുഖത്തേക്ക് ഒരു നോക്കത്തില്ല ഈ പെൺകുട്ടി. എന്നാൽ അടുത്തത് ജസ്റ്റിൻ സാറ് പറഞ്ഞതിൽ ഞാൻ വളരെ നന്ദി പറയുന്നു. ഞാൻ ഈ കാലം ഇത്രയും ഞാൻ ആരടുത്തും സാക്ഷ്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ജസ്റ്റിൻ സാറ് പറഞ്ഞ അത് തന്നെയാണ് സത്യം. എന്താണ്, ഇവര് മാന്ത്രികവും തന്ത്രവും കൊണ്ട് ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഈ യേശുക്രിസ്തുവിനെ അറിയാനുണ്ടായ കാരണം അത് തന്നെയാണ്. ഞാൻ ഒരു ഇസ്ലാമികയുടെ വാടക വീട്ടിൽ ഞാൻ താമസിക്കാം. അവർക്ക് 10 മക്കളിൽ 8 പെൺകുട്ടികളാണ്. അതിനെ എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹം അവരുടെ ഉള്ളിൽ ഉണ്ടായി. അതിന്റെ ഫലമായിട്ട് അവര് ആദ്യം എനിക്ക് അവരുടെ ചില വിശേഷ ദിവസങ്ങളിൽ എനിക്ക് പലതും തരും. ഞാൻ അത് ആരുടെയും അന്യ വീടുകളിൽ നിന്ന് ആരും ഞാൻ മേടിച്ച് കഴിക്കാറില്ല. ഞാൻ എടുത്ത് കളയാറേ ഉള്ളൂ. അത് മേടിച്ച് വെക്കും, അത് കളയും. എന്നാൽ എൻ്റെ മാതാവും എൻ്റെ സഹോദരിയും എൻ്റെ ഒരു സഹോദരൻ മോനുമായിട്ട് വീട്ടിൽ റൂമിൽ വരികയായിരുന്നു. അവിടെ വെച്ച് അവര് വന്നിട്ട് പാല് കൊണ്ട് തരുമായിരുന്നു. അത് കഴിച്ചു കൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് എൻ്റെ ഈ കുഞ്ഞിനെയും ഈ മോനെയും എൻ്റെ ഈ പെങ്ങളെയും അമ്മയൊക്കെ ഞാൻ ഓടിച്ചു വിട്ടു. അപ്പൊ ഇത് എന്താണ് ഇതിന്റെ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് സത്യത്തിൽ ഞാൻ ഒരു നേർച്ചയായിട്ടൊക്കെ പള്ളിയിൽ പോകുന്നത്. പക്ഷെ തെരുവിലെ പ്രസംഗം എന്നെ മാനസാന്തരത്തിലേക്ക് നടത്തി. അങ്ങനെ ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തില് അതിനുശേഷവും ഈ
ചുരുക്കം നമ്മുടെ ചുരുക്കം ചുരുക്കം ഇത് എക്സ്പീരിയൻസസ് അല്ല, ഒരു മറ്റുള്ളവർക്ക് ചോദ്യങ്ങൾ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ആ ഇന്ന് ഓക്കെ ഓക്കെ ജസ്റ്റിൻ ഓക്കെ സാറും കെവിൻ ബ്രദറും ഓക്കെ ഉണ്ട്. അപ്പം അവരോട് ചോദിക്കാനുള്ളവർക്ക് ചോദ്യങ്ങളിലേക്കാണ് പോകേണ്ടത്. ഒന്ന് ചുരുക്കണേ. സോറി എന്നാൽ ഇതൊന്ന് ചുരുക്കി പറഞ്ഞേക്കാം. അങ്ങനെ ഞാൻ ആ വീട്ടില് വീണ്ടും കടന്നു വന്നപ്പോൾ എനിക്ക് വാങ്കുവിളി എനിക്ക് ആവത്തില്ല. അത് കേൾക്കുമ്പോൾ എന്റെ ഹൃദയത്തിനുള്ളിൽ ഒരു പിടപ്പ് പോലെ തോന്നും. അതിനുശേഷം അവിടുത്തെ ആ പെൺകുട്ടിയുടെ പിതാവ് വരുന്ന സമയത്ത് എന്റെ ഹൃദയത്തിനുള്ളിൽ വരുന്ന സമയത്ത് എനിക്കൊരു വല്ലാത്തൊരു അവസ്ഥ ഉണ്ടാകും. അപ്പൊ ആ വ്യക്തി എന്നോട് സംസാരിക്കാൻ തുടങ്ങുന്നുടനെ എനിക്ക് തല പെരുപ്പ് തുടങ്ങും. എന്നാൽ തിരിച്ച് 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഇത് വന്നപ്പോൾ ഞാൻ സ്തോത്രം പറയാൻ തുടങ്ങി. പെട്ടെന്ന് ഈ വ്യക്തി വന്ന് ഇരുന്ന അപ്പൊ തന്നെ പോകും. പിന്നെ ആ വ്യക്തി 2-ാമത്തെ ദിവസം കഴിഞ്ഞ് പിന്നെ എന്റെ അടുത്തേക്ക് വരാറില്ല. എന്നാൽ ഒരു ദിവസം എന്നെ എന്ത് ചെയ്തു, രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു മാസം ആകാൻ പോകുന്നു. ആ സമയത്ത് എനിക്ക് അവരൊരു ചായ തന്നു. അത് ഈ പെൺകുട്ടിയെ കൊണ്ടാണ് എനിക്ക് ചായ തന്നത്. ഞാൻ വിളിച്ച് ചെന്നു, ചായ കുടിച്ചു. പക്ഷെ ആ ചായ എനിക്ക് തോന്നുന്നു ഒരാഴ്ച എൻ്റെ വയറ്റിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഞാനൊരു ചെറിയ രോഗിയൊക്കെ ആയി മാറി. അതിനുശേഷം അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. അതിനുശേഷം എനിക്ക് ഒന്ന് മനസ്സിലായി, രക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞിന്റെ മുന്നിലും ഈ മന്ത്രത്തിനോ തന്ത്രത്തിനോ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ജസ്റ്റിൻ സാർ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓക്കെ, ഈ അവകാശം തന്നതിന് വളരെ നന്ദി പറയുന്നു. ഇതെന്റെ അനുഭവമാണ്, പച്ചയായ അനുഭവം. ഓക്കെ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.